ഒരു വല്ലാത്ത അവസ്ഥയിലാണ് എൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഈ പിള്ളേർ കളിപ്പാട്ടക്കടയിൽ ചെന്നതുപോലെയാണ്. ഇത്രയും എവിടെ നോക്കിക്കഴിഞ്ഞാലും ഇരിക്കുന്ന മനുഷ്യരെല്ലാം അത്രയും വലിപ്പമുള്ള മനുഷ്യരാണ്. ഒരിടത്ത് JP സാറുണ്ട്, സൂര്യാകൃഷ്ണമൂർത്തി സാറ് വേറെ സ്ഥലത്തുണ്ട്, മണിലാൽ സാറ് പുറത്തുണ്ട്, സുജാതം മാഷുണ്ട്, കലൂർ രവികുമാർ സാറ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷരങ്ങൾ കൊണ്ടും കർമ്മം കൊണ്ടും അത്രയും വലിയ ഒരു ജീവിതം സോദാഹരണം വരച്ചിട്ട് മനുഷ്യരുടെ ഇടയിൽ വന്ന് ഈ വേദിയിൽ നിൽക്കാൻ കഴിഞ്ഞത് ചെറിയ കാര്യമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ കലാ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരത്തിൽ ഒന്നായിട്ട് ജയപ്രസാദ് സാറ് ഈ വേദിയിലേക്ക് സംസാരിക്കാൻ വിളിച്ചതിനെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 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 മഹാസാഗരം ജനക്കൂട്ടത്തിനിടയിലുള്ള ഒരു വലിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ഒരു വിശിഷ്ടാതിഥി വന്നാൽ എങ്ങനെയെന്നതുപോലെയുള്ള ഒരു ആനന്ദം എനിക്കുണ്ട്, വലിയ സന്തോഷമുണ്ട്. നമ്മള് രണ്ടു വാക്ക് പറഞ്ഞ് ഞാൻ നിർത്തിക്കോളാം. നമ്മള് ചിലപ്പോ ഇത്രയും ആൾക്കാർ കണ്ടതുകൊണ്ടാണ് നമ്മള് മല്ലൽ സാറ്, സുജാത മാഷ്, എല്ലാവരും, സൂര്യ സാർ, JP സാർ, ഈ നമ്മൾ കുറച്ചു പേരുടെ അല്ലെങ്കിൽ ഈ നാട്ടിൽ കുറച്ചു പേര് വിചാരിക്കുന്നുണ്ട് കഴിഞ്ഞ 10 കൊല്ലം കൊണ്ടേ ഇന്ത്യ ഉള്ളൂ എന്ന്. അങ്ങനെ വിചാരിക്കുന്ന മനുഷ്യരുണ്ട്. അതുപോലെ നടപ്പുകാലത്ത് ചില മനുഷ്യർ വിചാരിക്കുന്നത് ഈ അടുത്ത കാലത്ത് എപ്പോഴോ ആണ് ഊർജ്ജസ്വലമായത് മലയാള നാടകവേദി. ഈ നടപ്പുകാലത്തെ മലയാള നാടകവേദിയാണ് ഏറ്റവും ഊർജ്ജസ്വലമായ മലയാള നാടകവേദി എന്നും അതാണ് ഏറ്റവും ഗരിമയുള്ള ഒരു മലയാള നാടകവേദിയുടെ, മലയാള നാടക പ്രൊഫഷണൽ നാടകവേദിയുടെ വളർച്ചയും എന്ന് വിചാരിക്കുന്ന കുറച്ച് മനുഷ്യരുണ്ട്. ഒരു കാര്യം 1000 വട്ടം ആവർത്തിച്ച് പറയേണ്ടിയിരിക്കുന്നു. ഈ എൻ്റെ അപ്പുറവും ഇപ്പുറവും ചുറ്റിലുമായി ഇരിക്കുന്ന മഹാരഥികളായ മനുഷ്യരുണ്ടാക്കി വെച്ചൊരു വലിയ തണലിന്റെ കീഴിൽ നിന്ന് ആ തണലിന്റെ നിഴൽ പറ്റി ഞങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞ നിസ്സാര കാര്യങ്ങളല്ലാതെ ഈ ഇരിക്കുന്ന ഒരു മനുഷ്യരും ഉണ്ടാക്കി വെച്ച ഒരു സാധനത്തെയും ഒന്ന് എത്തിത്തൊടാനുള്ള പൊക്കം പോലും ഇല്ലാതായിപ്പോയ മനുഷ്യരാണ് നടപ്പുകാലത്ത് ഞാൻ ഉൾപ്പെടെയുള്ള